ഇന്ന് നമുക്കൊരു ചിക്കൻ പുരട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതിലോട്ട് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. മസാലകൾ നമുക്കൊന്ന് തയ്യാറാക്കാം. അതിന് കുറച്ച് ചേരുവകളൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കും. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചി ചേർത്ത് കൊടുക്കുക, പച്ചമുളക്, കറിവേപ്പില. ചേരുവകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകളിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് പൊടിച്ച മസാല, ഇനി 2 കപ്പ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. നേരത്തെ ചിക്കൻ പുരട്ടിയപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ചിക്കൻ അടച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇനി തുറന്ന് നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ അടച്ചു വെക്കണ്ട. ഇനി നമുക്ക് തുറന്നിട്ട് കുറേശ്ശെ ഇളക്കി വരട്ടിയെടുക്കാം. നല്ല പരുവായി വന്നിട്ടുണ്ട്. ചിക്കൻ പുരട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ പുരട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.